ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് റാഗി ഇഡ്ഡലി ഉണ്ടാക്കുന്ന വിധമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഇഡ്ഡലിയാണ് റാഗി ഇഡ്ഡലി. ഇതിന് ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ്, ഒന്ന് 1 കപ്പോളം വരുന്ന റാഗിപ്പൊടിയും 1/2 കപ്പോളം വരുന്ന ഉഴുന്നുപരിപ്പുമാണ്. ഈ ഒരു കപ്പാണ് ഞാൻ ഇതിന് അളവിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 1 കപ്പും ഇത് 1/2 കപ്പുമാണ്. ഉഴുന്നുപരിപ്പ് ഞാൻ ഏകദേശം 2 മണിക്കൂറും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉഴുന്നുപരിപ്പ് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കിയിട്ട് ഈ റാഗിപ്പൊടിയിൽ ചേർത്ത് മിക്സാക്കി എടുക്കണം. നമുക്ക് ഇത് ആദ്യം അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഉഴുന്നുപരിപ്പ് അരച്ചെടുത്ത് കഴിഞ്ഞു. ഈ ഉഴുന്നുപരിപ്പ് നമുക്ക് ഈ റാഗിപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റാഗിപ്പൊടി ഉഴുന്നുപരിപ്പായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ട കെട്ടാനൊന്നും പോകുന്നില്ല. ഗോതമ്പ് പൊടിയിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴുള്ള കട്ടകളൊന്നും റാഗിപ്പൊടിയിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് മിക്സി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ ഇഡ്ഡലിക്ക് പൊങ്ങാൻ വെക്കുന്നത് പോലെ തന്നെ നമ്മളിത് പൊങ്ങാനായിട്ട് വെക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. നല്ലോണം ലൂസ് പരുവത്തിൽ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടില്ല. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ കട്ടി തന്നെയാണ് റാഗിയിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതിലൊരു തരി പോലും കട്ട കെട്ടുന്നില്ല. നമുക്ക് സുഖമായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഈ ഒരു പരുവത്തിലാണ് നമ്മളിതിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഇത് പൊന്താനായിട്ട് വെക്കേണ്ടതാണ്. നമുക്കിതും അടച്ച് വെച്ച് പൊന്താനായിട്ട് വെക്കാവുന്നതാണ്. നമുക്കിനി ഈ ബാറ്റർ പൊന്തിയോ നോക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ റാഗിപ്പൊടി കൊണ്ടും ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇത് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് ഇഡ്ഡലി വേവിച്ചെടുക്കാവുന്നതാണ്. സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ ആവിയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് വേവിച്ചെടുക്കാം. സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മളിവിടെ റാഗി ഇഡ്ഡലി വേവിച്ചെടുത്തു. ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇവിടെ നമ്മുടെ റാഗി ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ റാഗി ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് വളരെ സോഫ്റ്റുള്ള ഇഡ്ഡലി തന്നെയാണ്. നമുക്കിത് കുറച്ചും കൂടി സോഫ്റ്റുള്ള ഇഡ്ഡലിയായി കിട്ടണമെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവലും കൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയാകും. ഇതുപോലെയാണ് നമ്മൾ റാഗി ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നത്.